ചെറവല്ലൂർ തുരുത്തിലേക്ക് റോഡ് സൗകര്യം യാഥാർത്ഥ്യമാകുന്നു. ചിത്രാവിഷൻ വാർത്തയെ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനമായി. അപകടക്കെണിയൊരുക്കി ചങ്ങരകുളം സംസ്ഥാന പാത. ശബനയ്ക്ക് ചികിത്സാ ധനസഹായവുമായി നന്നമുക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശബനയുടെ വീട്ടിലെത്തി സഹായം കൈമാറി. ആകാശിന്റെ ചികിത്സക്കായി പള്ളിക്കരയിലെ യുവാക്കൾ സമാഹരിച്ച തുക കൈമാറി. ചെറവല്ലൂർ തുരുത്തിലേക്ക് റോഡ് സൗകര്യം യാഥാർത്ഥ്യമാകുന്നു. ചിത്രാവിഷൻ വാർത്തയെ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചതെന്ന് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ആറ്റുണ്ണി തങ്ങൾ. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് സ്ഥിതി ചെയ്യുന്ന ചെറവല്ലൂർ തുരുത്തിന്റെ കഥനകഥകൾ ചിത്രാവിഷൻ വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുരുത്തു നിവാസികൾ താൽക്കാലികമായി നിർമ്മിച്ച ജലപാതയ്ക്ക് ഗ്രാമപഞ്ചായത്ത് തുക നൽകുമെന്ന് വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിനോട് ചേർന്നാണ് പൊന്നാനി MLA P ശ്രീരാമകൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെറവല്ലൂർ ബണ്ട് റോഡിന് 77 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും ബ്ലോക്ക് പ്രസിഡന്റ് വാർത്തയോട് പറഞ്ഞു. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ നമ്മൾ ചെറവല്ലൂർ ബണ്ട് റോഡ്, അവിടെ ഈ 13 കുടുംബങ്ങൾ വളരെ പ്രയാസകരമായ രീതിയിലാണ് ആ തുരുത്തിന് താമസിക്കുന്നത്. യാത്രാ സൗകര്യങ്ങൾ വളരെ പ്രയാസകരമായ സാഹചര്യമാണ്. ഇതിനെ സംബന്ധിച്ച് ചിത്രാവിഷൻ വളരെ പ്രാധാന്യത്തോടു കൂടിയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത ശ്രദ്ധയിൽപ്പെടുകയും അതിന് ആവശ്യമായ രീതിയിൽ ഇടപെടൽ നടത്താനുള്ളൊരു നീക്കം നടത്തിയിട്ടുണ്ട്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 77 ലക്ഷം രൂപയാണ് ആ ഫണ്ട് റോഡിന് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ അടിയന്തരമായി മലപ്പുറം CA നേരിട്ട് വിളിക്കുകയും കാര്യങ്ങൾ ആരാഞ്ഞു. ഇതിൻ്റെ പേപ്പർ സംബന്ധമായ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് TSന് വേണ്ടി കോഴിക്കോട് SCയുടെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. SCയെ ഇപ്പോൾ വിളിച്ചു സംസാരിച്ചിരുന്നു. ഈ ആഴ്ച തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ടെൻഡർ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആ 13 കുടുംബങ്ങളിൽ പല പ്രയാസങ്ങളും അവർ നേരിടുന്നുണ്ട്. അത് പരിഹരിക്കാൻ മറ്റ് മാർഗങ്ങൾ MLAയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ബഹുമാന്യനായ പൊന്നാനിയുടെ MLA 77 ലക്ഷം രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ആ പണി വളരെ വേഗത്തിൽ ടെൻഡർ നടപടി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് ആ പണി തുടങ്ങി ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പ് അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപകടക്കെണിയൊരുക്കി ചങ്ങരകുളം സംസ്ഥാന പാത. സംസ്ഥാന പാതയിൽ ചങ്ങരകുളം സബീന റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് അപകടങ്ങൾ പതിവാകുന്നത്. ഡിവൈഡർ ഇല്ലാത്തതും ഇളകിയ അഴുക്കുചാൽ മൂടികളുമാണ് അപകടത്തിന് വഴിയൊരുക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 10 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഈ അടുത്ത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ആലങ്കോട് കക്കാട്ടുവളപ്പിൽ സുമേഷ് മരിച്ചിരുന്നു. മുൻപ് അപകടങ്ങൾ ഇവിടെ പതിവായപ്പോൾ ചങ്ങരകുളം പോലീസിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും അത് എടുത്തുമാറ്റിയതോടെ വീണ്ടും അപകടം പതിവായിരിക്കുകയാണ്. ഷബ്നയ്ക്ക് ചികിത്സാ സഹായവുമായി നന്നമുക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഷബ്നയുടെ വീട്ടിൽ സഹായം കൈമാറി. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സക്കായി പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയായിരുന്ന ചങ്ങരകുളം മൂക്കുതലയിലെ ഷബ്നയുടെ ചികിത്സാ സഹായവുമായി കഴിഞ്ഞ ദിവസം നന്നമുക്ക് മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. അവർ സ്വരൂപിച്ച പണം ഷബ്നയുടെ മാതാ സഹോദരിയുടെ വീട്ടിലെത്തിയാണ് കൈമാറിയത്. മാതാവ് മരണപ്പെടുകയും പിതാവ് ഉപേക്ഷിക്കുകയും ചെയ്ത ഷബ്നയുടെയും സഹോദരത്തിന്റെയും അവസ്ഥ മാധ്യമലോകം പുറത്തു കൊണ്ടുവന്നതോടെയാണ് സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നും സഹായമെത്തിയത്. ഈ സഹായവും ആത്മാർത്ഥമായ പിന്തുണയുമാണ് ഷബ്നയ്ക്ക് പുതുജീവൻ നൽകിയത്. നൌഷാദ്, ഷാഫി, രമേശ്, ഫാരിസ്, റഫീൻ, ജലാൽ എന്നിവർ പങ്കെടുത്തു.
ബോട്ടുകൾക്ക് ഭീഷണിയായി അഴിമുഖത്ത് മണൽത്തിട്ടകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സമരവുമായി രംഗത്തെത്തി. പൊന്നാനി അഴിമുഖത്തെ മണൽത്തിട്ട മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ മാസം 10ലധികം ബോട്ടുകൾക്കാണ് മണൽത്തിട്ടയിലിടിച്ച് കേടുപാടുകൾ സംഭവിച്ചത്. പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കിയില്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാകും. ബോട്ടുകൾ പാതാറിലേക്കും കടന്നുവരുന്ന 2 ബോട്ടുകൾക്കിടയിലെ ഭാഗം മുതൽ ബോട്ട് കരക്കെടുപ്പിക്കുന്ന ഭാഗം വരെ വൻതോതിൽ മണൽ അടിഞ്ഞിട്ടുണ്ട്. ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന്റെ ഭാഗമായി ഹാർബർ പ്രദേശത്തെ മണൽത്തിട്ടകൾ നീക്കം ചെയ്തിരുന്നെങ്കിലും ഈ ഭാഗങ്ങളിലൊക്കെ വീണ്ടും മണലടിഞ്ഞതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മത്സ്യക്ഷാമത്തിനു പുറമെ മണൽത്തിട്ടകൾ കൂടി പ്രശ്നമായതോടെ ബോട്ടുടമകൾ ഏറെ ദുരിതത്തിലായി. മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ചെറുപ്പക്കാർക്ക് 100 മേനി വിളവാണ് ഇത്തവണ മത്സ്യകൃഷിയിൽ നിന്നും ലഭിച്ചത്. കോലളമ്പ് ഓത്തേടി കോൾനിളത്തിലെ മത്സ്യകൃഷി വിളവെടുപ്പ് തുടങ്ങി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ 2 യുവാക്കളുടെ കൂട്ടായ്മയാണ് മത്സ്യകൃഷിക്ക് നേതൃത്വം നൽകുന്നത്. പൊന്നാനി ബ്ലോക്ക് മെമ്പർ ഷീജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ദിനേശ് ചെറുവട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് കാരണം ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഒരു നെൽവയലിൽ നിന്ന് ഇത്രയും മത്സ്യങ്ങളൊക്കെ പിടിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ മത്സ്യമേഖല ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ വികാസം പ്രാപിച്ചു വരുന്നു. പ്രത്യേകിച്ച് ഈ ഉൾനാടൻ മത്സ്യമേഖല, മത്സ്യകൃഷി മേഖല. നമുക്കറിയാം, നമ്മുടെ കടൽ മത്സ്യസമ്പത്തിന് വലിയ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് മുമ്പ് കിട്ടുന്ന പല മത്സ്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്ന പല മത്സ്യങ്ങളും വളരെ പെട്ടെന്ന്, ഉദാഹരണത്തിന് നമ്മുടെ മത്തിയുടെ കാര്യമൊക്കെ അറിയാം. ഈ വർഷം മത്തിയുടെ ഉൽപ്പാദനത്തിലൊക്കെ ഒരു വൻ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സമുദ്ര മത്സ്യ ഉൽപ്പാദനം ഒരിക്കലും കൂടുന്നില്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല മത്സ്യങ്ങളും അപ്രത്യക്ഷമാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് പോഷകസമ്പുഷ്ടമായ ഒരു മാംസ്യം, അതായത് പ്രോട്ടീൻ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും വേണം. അതിനുള്ള ഏറ്റവും നല്ലൊരു പരിഹാരം, അതായത് ഏറ്റവും ശുദ്ധമായ, എളുപ്പം ശരീരം ദഹിപ്പിക്കുന്ന, ആഗിരണം ചെയ്യുന്ന പോഷകസമ്പുഷ്ടമായ മത്സ്യം എന്നത് നമ്മുടെ ജനങ്ങൾക്ക് തുടർന്നും ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ഈ ഘട്ടത്തിലാണ് മത്സ്യകൃഷിയുടെ ഒരു പ്രസക്തി എന്നുള്ളത്.